ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം വാലാനായിട്ട് സ്ട്രെയിനറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അരി അരച്ചെടുക്കാനായിട്ട് ശർക്കരപ്പാനിയാണ് എടുക്കുന്നത്. 2 കപ്പ് ശർക്കരപ്പാനി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 7 മീഡിയം സൈസിലുള്ള ശർക്കര 1.25 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ 2 പാർട്ടായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യത്തെ ഭാഗം അരച്ചെടുക്കാനായിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അരിയുടെ അതേ ലെവലിലാണ് ശർക്കരപ്പാനി ഒഴിച്ചിരിക്കുന്നത്. നന്നായി ഒന്ന് അരച്ചെടുക്കാം. വളരെ ഫൈനായിട്ടല്ല, ചെറിയ തരിയോട് കൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് അരച്ചെടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പാളയംകുടം പഴമാണ് എടുക്കുന്നത്. 4 പാളയംകുടം പഴം ഞാൻ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 3 എണ്ണം മതിയാവും. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല പഴുത്ത പാളയംകുടം പഴം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കരപ്പാനിയിൽ കുറച്ച് ബാക്കിയുണ്ട്, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി അതും നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഏലക്കപ്പൊടി ചേർക്കണം. ഒരു 1.5 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. 2 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് തേങ്ങയൊന്ന് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 മിനിറ്റ് നേരം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഒരു 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളവും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ മാവ് വീതമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, തീരെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നന്നായി വെന്തിട്ടുണ്ട്. താങ്ക് യു.